നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നന്ദിനിയല്ല, ഞാനാ നിന്റെ അമ്മ. അതെന്താ നീ അങ്ങനെ പറയുന്നത്? നീ പ്രസവിച്ചു എന്ന് പറയുന്നത് ശരിയാ, പക്ഷേ അവനെ വളർത്തിയത് നന്ദിനിയല്ലേ? നീയും അത് പലപ്പോഴും സമ്മതിച്ചതല്ലേ? ആയിക്കോട്ടെ, നന്ദിനിക്ക് ഡ്രസ് വാങ്ങിച്ചതിന് ഞാൻ എതിരൊന്നും പറയുന്നില്ല. പക്ഷേ ഇവൻ കല്യാണം കഴിച്ചവനാ. മൈഥിലിക്ക് ഡ്രസ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം മറ്റൊരു പെണ്ണിന് ഡ്രസ് വാങ്ങിച്ചു കൊടുക്കുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല. അതെ, മറ്റൊരു പെണ്ണും മറ്റാരും അല്ല, ഇവന്റെ അമ്മാവന്റെ മകളാ. അതാ ഒട്ടും സുഖമുള്ള ഏർപ്പാടല്ലാന്ന് ഞാൻ ഊന്നി ഊന്നി പറയുന്നത്. ഊന്നി ഊന്നി പറയാൻ നീ എന്താ വള്ള ഊന്നുകാരിയാണോ? നീ ഈ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായിടി. അമ്മാവന്റെ മകൾ എന്ന് വെച്ചാ മുറപ്പെണ്ണ എന്നർത്ഥം വരും. പക്ഷേ കല്യാണം കഴിച്ച ഇവന് അവൾ ആരായിരിക്കും? അങ്ങനെ ചോദിച്ചാ പെങ്ങള്. ആ, എന്നാ നിനക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. കൺമുന്നില് കാണുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. ഹാ, നിന്റെ കണ്ണിന് വല്ല തിമിരവും ബാധിച്ചു കാണും. എത്രയും പെട്ടെന്ന് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണും. അമ്മേ, അമ്മയ്ക്ക് ഞാൻ എപ്പോഴും സാരികൾ വാങ്ങി തരുന്നുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാരികൾ. കൂടാതെ അച്ഛനും ഏത് യാത്രയ്ക്ക് പോയാലും തിരികെ വരുമ്പോ അമ്മയ്ക്ക് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കൊണ്ടുവരും. പാവം ദേവമ്മയ്ക്കും മീനാക്ഷിക്കും ആര് വാങ്ങിക്കൊടുക്കാൻ അമ്മേ? അവന്റെ ഒരു മീനാക്ഷി ദേവമ്മേ. ദേ, നിന്നോടൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ വളരെ ശുഭകരമായ ചില കാര്യങ്ങൾ നടക്കാൻ പോവാ. ദയവായി നിന്റെ വായിന്ന് നല്ല നല്ല വാക്കുകളും മനസ്സിന്ന് നല്ല നല്ല ചിന്തകളും വരണമെന്ന് ഞാൻ അപേക്ഷിക്കാം. എന്റെ വായ അടപ്പിക്കാനാണല്ലോ ഇവിടെ സകലമാന പേർക്കും തിടുക്കം. അതെന്താന്ന് വെച്ചാലേ, നീ വായടച്ചു വെച്ച് നടന്ന നിന്നെ പോലെ സുന്ദരിയും സുശീലയും നിഷ്കളങ്കയുമായ ഒരു പെൺകുട്ടി ഈ ചെമ്പകമംഗലത്തും പരിസരത്തും ഇല്ല. നീ വായി തുറന്നാലോ നിന്നെ പോലെ ഉപദ്രവകാരിയും അശ്രീകരമായ ഒരു പെണ്ണ് ഈ ഭൂലോകത്തെ ഉണ്ടാവില്ല. അമ്മേ, ഈ പടിയേറ്റ് തീരുന്നത് വരെ നിനക്കൊന്നും മിണ്ടാവൃത അനുഷ്ഠിച്ചൂടെ? അവളുടെ ഒരു പടിയേറ്റ് അത് നടക്കണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിക്കും. ആ മോനെ കാർത്തി, അമ്പലത്തിൽ നടക്കേണ്ട കാര്യങ്ങളിലെല്ലാം മോന്റെ ഒരു ശ്രദ്ധ വേണം. ഒന്നിനും ഒരു കുറവും വരരുത്. ഇല്ല മുത്തശ്ശി, ഒരു കുറവും വരില്ല. ഓ, എടാ, വിളിച്ചെന്തിനാ? വേഗം പറ. ദേ, അവിടെ കാർത്തിക് വന്നിട്ടുണ്ട്. ഇപ്പൊ എന്നെ തിരക്കും. നാളെ പടിയേറ്റ അശ്വിനും അതിഥിയും വരെ അമ്പലത്തിലായിരിക്കും. ഇതാണ് നമുക്ക് പറ്റിയ അവസരം. ഇനിയിപ്പോ ഉടനെ ഒന്നും ഇങ്ങനെ ഒരു ചാൻസ് ഒത്തുവരില്ല. നീ വ്യക്തമായിട്ടൊന്ന് പറയും. ഈ അവസരം മുതലെടുത്ത് നമുക്ക് മുങ്ങാം. എല്ലാവരും പടിയേറ്റ് ചടങ്ങിൽ പെട്ട് തിരക്കിലായിരിക്കും. അങ്ങനെയാവുമ്പോ അവര് നമ്മളെ അന്വേഷിക്കാൻ സമയമെടുക്കും. ഇതിനകം നമുക്ക് അടുത്ത സ്റ്റേറ്റ് പിടിക്കാം. എങ്ങനെ പോവും? ഞാൻ കാറുമായിട്ട് അമ്പലത്തിനടുത്ത് കാത്തു നിൽക്കാം. ബാക്കിയെല്ലാം അവിടെ വെച്ച്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.